വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം തന്നെ. ഇടതുമുന്നണി വിടുന്ന പ്രശ്നമില്ലെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ സഭയിൽ, അതായത് റോഷി അഗസ്റ്റിൻ അവരുടെ മന്ത്രി സ്വീകരിച്ച നിലപാട്. പെരുവഴിയിലായ കേരള കോൺഗ്രസിന് കൈ തന്നത് പിണറായി സർക്കാരാണെന്നും സർക്കാരിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നും റോഷി അഗസ്റ്റിൻ സഭയിൽ പറഞ്ഞു. മലയോര മേഖലയിലെ പ്രശ്നങ്ങളെല്ലാം ഈ സർക്കാർ പരിഹരിക്കും. പ്രതിപക്ഷ നേതാവിന്റെ മലയോര യാത്രയുമായി സഹകരിക്കണമെന്നും രാഷ്ട്രീയ പ്രായശ്ചിത്തം ചെയ്യണമെന്നുമുള്ള മാത്യു കുഴൽനാടൻ MLA പരാമർശത്തിനാണ് റോഷി അഗസ്റ്റിന്റെ മറുപടി. മലയോര മേഖലയോടോ കേരള കോൺഗ്രസ് ഭാഗമായിട്ടുള്ള മന്ത്രിസഭകളിലോ ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ വന്നാൽ കൂട്ടുത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ ആ വിഷയം പരിഹരിക്കാൻ മന്ത്രിസഭാ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ചർച്ചകൾ നടത്താറുണ്ട്. അത് ഞങ്ങൾ നടത്തുകയും ചെയ്തു. പിന്നെ എന്തുകൊണ്ടാണ് ഈ പരാമർശം? ഞാനത് മാറ്റിക്കൊള്ളണമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. കേരള കോൺഗ്രസിന്റെ കാർഷിക പ്രേമത്തെയും മലയോര മേഖലയുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും കേരള കോൺഗ്രസിനെ അങ്ങനെ ദുർബലപ്പെടുത്തിച്ചിട്ടെഴുതാൻ നിങ്ങൾക്കാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 38-40 വർഷക്കാലം UDFന്റെ ഭാഗമായിരുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്. KM മാണി ഏത് ഘട്ടത്തിലാണ് കോൺഗ്രസും UDF എടുത്ത നിലപാടിനെ എതിർത്തത്? നിങ്ങളെടുത്ത നിലപാടുകളോടൊപ്പം നിന്നു. പരാജയത്തിലും വിജയത്തിലും കൂട്ടുനിന്നു. ഒരു സുപ്രഭാതത്തിൽ കേരള കോൺഗ്രസ് UDFന്റെ ഭാഗമാകാൻ അർഹതയില്ലെന്ന് പറഞ്ഞ് കണ്ടിച്ച് താഴേക്ക് വെച്ചു. ഞങ്ങൾ മലയോര കർഷകരും പെരുവഴി നിൽക്കണോ? ആ മലയോര കർഷകരെയും ജനങ്ങളെ സംരക്ഷിക്കാൻ ഈ പിണറായിയും കൂട്ടരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ആ പിണറായി സർക്കാരിനോടൊപ്പം ഇന്നതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ആ മലയോര കർഷകരെ സംരക്ഷിക്കുന്നതിൽ 100% വിജയിച്ചു എന്നാണ് ഞങ്ങളുടെ കണക്ക്. എവിടെയെങ്കിലും പ്രശ്നമുണ്ടായാൽ, ഏതെങ്കിലും കർഷകന് എവിടെയെങ്കിലും പ്രശ്നമുണ്ടായാൽ ആ വിഷയം പരിഹരിക്കപ്പെടും. അതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ഭാഗമായി നിന്നുകൊണ്ട് കേരള കോൺഗ്രസ് നിലപാട് ആവർത്തിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കേരള കോൺഗ്രസിനെയും ഞങ്ങളെയും ചൂണ്ടി ഇത്തരം കാര്യങ്ങളെ പരാമർശിക്കരുതെന്ന് ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ. ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, ഇത് റോഷി അഗസ്റ്റിൻ LDF സർക്കാരിന്റെ ഭാഗമായ മന്ത്രിയാണ് നിയമസഭയിൽ രാഷ്ട്രീയം കൂടി കലർത്തി വളരെ കൃത്യമായ മറുപടി നൽകിയത്. ഇത് കേരള കോൺഗ്രസിന്റെ പൊതുനിലപാടായി കാണാമോ? അങ്ങനെ വേണം കരുതാൻ. കാരണം കേരള കോൺഗ്രസും മുന്നണി വിടും UDFന്റെ ഭാഗമാകുമെന്ന ചർച്ചകൾ ശക്തമാണ്. കേരള കോൺഗ്രസിനെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ UDFിലേക്ക് കോൺഗ്രസ് നേതാക്കളും മറ്റ് ഘടകകക്ഷി നേതാക്കളും ഒക്കെ സ്വാഗതം ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ഒരു മാറ്റമുണ്ടാകുമെന്ന ചർച്ചകൾക്ക് ഒടുവിലാണ് ഇപ്പോൾ റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ നിലപാട് വ്യക്തമാക്കിയത്. അതിന് കാരണമായത് ഇന്ന് ഈ കേരളയിലെ വനത്തിനുള്ളിൽ സ്ത്രീ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയം റൂൾ 50 നോട്ടീസായി അവതരിപ്പിക്കുമ്പോൾ മാത്യു കുഴൽനാടൻ പ്രതിപക്ഷ നേതാവ് മലയോര മേഖലയിലെ ജനങ്ങളുടെ ശബ്ദം ഉയർത്തിപ്പിടിക്കാൻ, അവരെ ചേർത്ത് പിടിക്കാൻ മലയോര സമരയാത്ര നടത്തുകയാണ്. ആ യാത്രയുടെ ഭാഗമായി റോഷി അഗസ്റ്റിനും കേരള കോൺഗ്രസ് എമ്മും, കർഷക പ്രേമം പറയുന്ന റോഷി അഗസ്റ്റിനും കേരള കോൺഗ്രസ് എമ്മും രാഷ്ട്രീയ പ്രായശ്ചിത്തം ചെയ്യണമെന്ന് മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടു. അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഇടത് കൂറ് റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കുന്നത്. 38-40 വർഷത്തോളം തങ്ങൾ UDFന്റെ ഭാഗമായിരുന്നു. വിജയത്തിലും പരാജയത്തിലും തോൽവിയിലും ഒക്കെ UDFന് ഒപ്പം നിന്നു, ഒരുമിച്ച് അവർക്കൊപ്പം നിന്നു, എല്ലാ കാര്യങ്ങളിലും അവരോട് ചേർന്ന് നിന്നു. എന്നിട്ടൊരു സുപ്രഭാതത്തിൽ തങ്ങളെ UDFന്റെ ഭാഗമല്ലെന്ന് പറഞ്ഞ് കണ്ടിച്ച് താഴെ വച്ചു. അങ്ങനെ വഴിയിൽ നിന്ന കേരള കോൺഗ്രസിനെയും കർഷക സമൂഹത്തെയും കർഷക ജനതയെയും കൈപിടിച്ചതും അവരെ ഒപ്പം നടത്തിയതും പിണറായി സർക്കാരും LDFുമാണ്. ആ LDFിനോടുള്ള കൂറ് വ്യക്തമാക്കുന്നു. മറിച്ച് ഒരു ചർച്ചയ്ക്കുമില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു റോഷി അഗസ്റ്റിന്റെ നിലപാട്. നമുക്കറിയാം, കേരള കോൺഗ്രസ് മുന്നണി വിടുന്ന തരത്തിലുള്ള ചർച്ചകൾ വരുമ്പോൾ റോഷി അഗസ്റ്റിൻ, M ജയരാജ് ഉൾപ്പെടെയുള്ളവർ ഒരു കാരണവശാലും മുന്നണി വിടില്ല. അവർ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കും. നേരത്തെ തന്നെ വാർത്തകൾ വന്നതാണ്. ഏതായാലും റോഷി അഗസ്റ്റിൻ ഒന്നുകൂടി നിലപാട് വ്യക്തമാക്കുകയാണ്. വനഭേദഗതി നിയമം കേരള കോൺഗ്രസ് മുന്നണി വിടാൻ ശക്തമായ മതിയായ കാരണങ്ങളിലൊന്നായി മാറിയേനെ. പക്ഷേ വനഭേദഗതി നിയമം സർക്കാർ റദ്ദു ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് മുന്നണി പോകുമ്പോൾ പറയാവുന്ന ശക്തമായ കാരണങ്ങൾ ഇല്ലാതാകുന്നു. റോഷി അഗസ്റ്റിൻ പ്രസ്താവനയോട് കൂടി ഇപ്പോൾ അത്തരമൊരു ആലോചന പോലും ആ പാർട്ടിയിൽ ഇല്ലെന്ന് വ്യക്തമാകുകയാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും റോഷി അഗസ്റ്റിന്റെ വാക്കുകളിൽ വ്യക്തമാണ്, തൽക്കാലം കേരള കോൺഗ്രസ് ഇടതുമുന്നണി വിടുന്നില്ല, അല്ലെങ്കിൽ വിടാൻ ആലോചന പോലുമില്ല. പിണറായി വിജയനാണ് കുറച്ചുകൂടി എന്താണ് വൈകാരികമായ ഭാഷയിലാണ്. അത് കേരള കോൺഗ്രസിന്റെ നേരത്തെയുള്ള നിലപാടുമാണല്ലോ അരുൺ. കാരണം UDFിൽ നിന്ന് പുറത്താക്കുന്ന പശ്ചാത്തലം ഉണ്ടായപ്പോൾ അത് കൈപിടിച്ച് തങ്ങളെ കയറ്റിവിട്ടത് പിണറായി വിജയനാണ്. പിടിച്ചു നിർത്തിയത്, പാർട്ടിയെ പിടിച്ചു നിർത്തിയത് പിണറായി വിജയനാണ് എന്ന് പറയുമ്പോൾ അതിന് ചില വൈകാരിക വശങ്ങൾ കൂടി
കൊണ്ടുവരുന്നുണ്ട് റോഷി അഗസ്റ്റിൻ. അങ്ങനെ നന്ദിയില്ലാത്ത ഒരു പാർട്ടിയല്ല കേരള കോൺഗ്രസ് എന്നും ഉറച്ച് LDF-ൽ നിൽക്കുമെന്നും പറഞ്ഞു വെക്കുകയാണ്. ഇതിനു മുൻപും ഈ മലയോര കർഷകരെയും മറ്റും സംരക്ഷിക്കുന്നതിൽ പിണറായി വിജയനും അല്ലെങ്കിൽ CPM സംവിധാനവും LDF-ഉം ഒക്കെ സ്വീകരിച്ച നിലപാടുകൾ കൂടി അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, അതായത് മലയോര മേഖല നിരന്തരം മനുഷ്യ വന്യജീവി സംഘർഷം ഉണ്ടാകുമ്പോൾ അവിടെ കാട്ടാന മറ്റ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മനുഷ്യൻ കൊല്ലപ്പെടുമ്പോൾ അത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരള കോൺഗ്രസ് എം ആണ്. കാരണം കർഷകരുടെ പ്രത്യേകിച്ച് മലയോര കർഷകരുടെ പ്രാതിനിധ്യമായാണ് കേരള കോൺഗ്രസ് പൊതുവിൽ അറിയപ്പെടുന്നത്. അവർക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ ആദ്യം പ്രതികരിക്കേണ്ടത് കേരള കോൺഗ്രസ് ആണ്. ഇപ്പോൾ നിരന്തരം അത്തരം സംഭവങ്ങൾ വനമേഖലയിൽ ഉണ്ടാകുന്നു. അതുപോലെ ബഫർ സോൺ പോലുള്ള വിഷയങ്ങളിൽ സഭകൾ തെറ്റുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും കേരള കോൺഗ്രസ് എന്തിന് ഇങ്ങനെ ഒരു മുന്നണിക്കൊപ്പം നിൽക്കുന്നു? മലയോര മേഖലയെ സംരക്ഷിക്കാൻ കഴിയാത്ത, അവിടുത്തെ കർഷകരെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനത്തോടൊപ്പം മുന്നണിക്കൊപ്പം എന്ത് നിൽക്കുന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. മാത്രമല്ല ചില സഭാധ്യക്ഷന്മാരും ആ നിലപാട് പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അങ്ങനെയല്ല, മലയോര മേഖലയ്ക്കൊപ്പം ഈ സർക്കാർ ഉറച്ചു നിൽക്കും. അതിന് തെളിവായാണ് റോഷി അഗസ്റ്റിനും ഇന്ന് സംസാരിച്ച AK ശശീന്ദ്രൻ, മന്ത്രി ശശീന്ദ്രനും ഒക്കെ മലയോര മേഖലയിലെ ജനങ്ങളോടുള്ള സർക്കാരിന്റെ കൂറ് വ്യക്തമാക്കുന്നത്. അത് ബഫർ സോൺ വിഷയത്തിലാകട്ടെ, ഇപ്പോൾ വനഭേദഗതി നിയമത്തിലാകട്ടെ, വനഭേദഗതി നിയമത്തിൽ ചില വളരെ വലിയ നേട്ടങ്ങളുണ്ട്, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ആ നിയമം നടപ്പാക്കേണ്ടതെന്ന് സർക്കാർ തീരുമാനിച്ചത് തങ്ങൾ മലയോര മേഖല ജനങ്ങൾക്കൊപ്പമാണ് എന്ന സന്ദേശം നൽകാനാണെന്ന് ശശീന്ദ്രൻ പറയുമ്പോൾ അത് കേരള കോൺഗ്രസ് എമ്മിന് കൂടിയുള്ളൊരു സന്ദേശമാണ്. കാരണം കേരള കോൺഗ്രസ് എമ്മിനെ ഈ മലയോര മേഖല പ്രശ്നങ്ങളുടെ പേരിൽ ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ല. അവർക്കൊപ്പം സർക്കാരും മുന്നണിയും ഉണ്ടെന്നാണ് ഇടതു മന്ത്രിസഭയിലെ പ്രധാനിയായ AK ശശീന്ദ്രൻ കൂടി പറയുന്നത്. അത് അതേ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ് തങ്ങളുടെ കൂറ് ഇടതു മുന്നണിക്കൊപ്പമാണ്, CPM-നൊപ്പമാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പമാണ്, സർക്കാരിനൊപ്പമാണെന്ന് റോഷി അഗസ്റ്റിൻ സഭയിൽ വ്യക്തമാക്കിയത്. റോഷി അഗസ്റ്റിനോട് രാഷ്ട്രീയ പ്രായശ്ചിത്തം ചെയ്യണമെന്നാണ് മാത്യു കൊല്ലൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ തങ്ങളെ ഈ വിഷയത്തിൽ വലിച്ചിഴക്കേണ്ട അത്തരം ഒരു മാറ്റവുമില്ല എന്ന വ്യക്തമായ സൂചനയാണ് റോഷി അഗസ്റ്റിൻ നൽകിയത്. ഇതാണ് സാഹചര്യം. ഏതായാലും സഭയിൽ ഇന്ന് കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം കൂടി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ചർച്ചയ്ക്ക് വന്നു എന്നുള്ളതാണ് പ്രത്യേകത.